അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക് ഒരുപാട് കാലം UDF-നൊപ്പം ഉണ്ടായിരുന്ന മണ്ഡലമാണ്. അപ്പോൾ എന്ത് വില കൊടുത്തും ആ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്നുള്ളതാണോ അതോ ആരെ സഹകരിപ്പിച്ചുകൊണ്ടും വിജയിക്കുക എന്നുള്ളതാണോ ലക്ഷ്യം? വാസ്തവത്തിൽ രണ്ടും ഞാൻ ജയത്തിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. പക്ഷേ ആ രണ്ട് ജയത്തിനും വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളത് വസന്തിനെ പോലെ ഒരാൾക്ക് അറിയാമല്ലോ. െ സംബന്ധിച്ച് UDF-ന്റെ സംസ്ഥാന നേതൃത്വം പറയുന്നത് പോലെ വളരെ കൃത്യമായി ഇതൊരു സെമി ഫൈനലായാണ് ഞങ്ങൾ കാണുന്നത്. ഇനി അധികം നാളില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക്. ആസന്നമായിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? നാഷണൽ ഹൈവേയിൽ ക്രെഡിറ്റ് വെച്ചവരും ഫ്ലെക്സ് വെച്ചവരും ഫെവിക്വിക്ക് ഒട്ടിക്കാൻ പോലും വരാത്തൊരു കാലമാണ്. ഏത് കാലത്താണ്? ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. അങ്ങനെ ആസകലം ഇരു സർക്കാരുകളും ജനങ്ങളെ മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ അങ്ങേയറ്റം കണ്ട നെല്ലിപ്പല കണ്ട ഒരു കാലഘട്ടത്താണ് ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് പ്രസക്തി ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ജയിക്കുക എന്നുള്ളത് യാതൊരു സംശയത്തിന്റെയും ഇട കൊടുക്കാതെ കടുകിട വ്യത്യാസത്തിൽ പോലും തോറ്റുപോകാൻ പാടില്ലാത്തൊരു തെരഞ്ഞെടുപ്പാണ് ഞങ്ങളെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്രമാത്രം പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിന് കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഓരോ ബൂത്ത് ഘടകങ്ങളും അതിന് തയ്യാറായി കഴിഞ്ഞു. അതിനുവേണ്ട സർവ്വ സജ്ജീകരണവും ഈ കഴിഞ്ഞ മാസങ്ങളിലായി ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മുൻകൂട്ടി എറിയുക എന്നൊക്കെ പറയില്ലേ, ആ മുൻകൂട്ടി എറിയൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് ഇതിനു മുമ്പുണ്ടായ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പുതുപ്പള്ളിയിൽ, തൃക്കാക്കരയിൽ, ഈ പറയുന്ന ഏറ്റവും അവസാനം നടന്ന പാലക്കാട് അടക്കമുള്ള എല്ലായിടത്തും ഞങ്ങൾ തോറ്റുപോയത് നിങ്ങളുടെ കുത്തക മണ്ഡലമായിരുന്നിടത്താണ്. അവിടെ പോലും ഭൂരിപക്ഷത്തെ 1/3 കുറയ്ക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഏത് 50 വർഷമായി LDF മാത്രം ജയിക്കുന്നിടത്ത് ഭൂരിപക്ഷത്തെ 1/3 കുറയ്ക്കാൻ പറ്റി ആ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾക്ക് ഉള്ളത്. LDF-നെ പോലെ ഞങ്ങളുടെ മേശയിൽ നിന്ന് ഏതെങ്കിലും അപ്പക്കഷ്ണം വീഴുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് പറക്കിയെടുത്ത് നിങ്ങളുടെ കൊട്ടയിലാക്കിയേക്കാം എന്നുള്ള നടപടിയല്ല UDF-നുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്ന് ആദ്യ മണിക്കൂറുകളിൽ തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കപ്പെടും. ആ UDF-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഒത്തൊരുമയോടുകൂടി KPCC അധ്യക്ഷൻ മുതൽ നേരത്തെ ലാൽകുമാർ പറഞ്ഞതുപോലെ ലീഗിന്റെ, കേരള കോൺഗ്രസിന്റെ അടക്കം UDF-ന്റെ സകല സമാജരായിട്ടുള്ള എല്ലാ നേതൃത്വവും ഒരുമിച്ച് ആ പേര് പറയും. പക്ഷേ വസന്ത് പറഞ്ഞ ആ സ്പിരിറ്റ് ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷേ കേരളത്തിലെന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പോലും ആർക്കും വേണ്ടാതെ നിലത്ത് കിടന്ന ഒരു അപ്പകഷ്ണത്തെ സ്വന്തം കുട്ടയിൽ എടുത്തു വെച്ചിട്ട് ഇതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം കേട്ടു തുടങ്ങുന്നത്. വസന്ത് അല്ല, ആ അപ്പകഷ്ണം ഇത്രയും കാലം ആരുടെ കൂടെ ആയിരുന്നു? ഇപ്പൊ എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ ലാൽകുമാർ പറഞ്ഞു ഏഷ്യാനെറ്റിനെ തെറി വിളിക്കുകയായിരുന്നു എന്ന്. ഏഷ്യാനെറ്റ്, ആ തെറി വിളിക്കപ്പെട്ട ഏഷ്യാനെറ്റും മറ്റുള്ള ചാനലുകളും ഇന്ന് അൻവറിന്റെ അടുക്കള പുറത്തു നിന്നാണ് വരുന്നത്. നോക്കൂ, നിങ്ങളുടെ കൂടെ നിന്നപ്പോഴാണ് അദ്ദേഹം പുലഫ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങളുടെ കൂടെ നിന്നപ്പോൾ അദ്ദേഹം അസഫ്യം പറഞ്ഞുകൊണ്ടിരുന്നു. അതായത് ചന്ദനം ചാരിയാൽ ചന്ദനം മടക്കും, ചാണകം ചാരിയാൽ ചാണകം മടക്കും എന്നുള്ളത് പോലെയാണ് അൻവറിന്റെ അവസ്ഥ. നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ അദ്ദേഹം പുലഫ്യം പറയുന്നു, നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറയുന്നു, വൃത്തികേട് പറയുന്നു. പക്ഷെ അദ്ദേഹം ചന്ദനം ചാരിയപ്പോൾ അദ്ദേഹം യാഥാർത്ഥ്യം പറയുന്നു, രാഷ്ട്രീയം പറയുന്നു, രാഷ്ട്രീയം സംവേദിക്കുന്നു. അപ്പോ ഏഷ്യാനെറ്റ് അടക്കം അല്ലെങ്കിൽ വിവിധ ലാൽകുമാർ ഞാൻ കണ്ടു കൈ ഉയർത്തിയത്, ഞാൻ വരാം. വസന്ത്, അതിലൊരു ചോദ്യം കൂടി. അപ്പോൾ അൻവർ സംസാരിക്കുന്ന രാഷ്ട്രീയത്തെ വസന്ത് വലിയ തരത്തിൽ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അൻവർ സംസാരിക്കുന്ന രാഷ്ട്രീയം അത് പിണറായിക്കെതിരെയുള്ള രാഷ്ട്രീയമാണ്, മുഹമ്മദ് റിയാസിനെതിരെയുള്ള രാഷ്ട്രീയമാണ്. അതേ രാഷ്ട്രീയമാണോ നിലമ്പൂരിൽ കോൺഗ്രസ് സംസാരിക്കാൻ പോകുന്നത്? അല്ല, സ്വാഭാവികമായും ഭരണ ചക്രം തിരിക്കുന്നത് ഭരണകക്ഷിയുടെ നേതാവ് എന്ന് പറയുന്നത് സഹാവ് പിണറായി വിജയൻ തന്നെയാണ്, ഒരു സംശയം വേണ്ട. അല്ല, വസന്ത് ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണോ LDF-നും സർക്കാരിനുമെതിരെയാണോ നിങ്ങളുടെ മത്സരം? അല്ലല്ല, സർക്കാരിന്റെ ക്യാപ്റ്റൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. അല്ല, അൻവറിന് മുഖ്യമന്ത്രിയോടുള്ള പ്രശ്നം സർക്കാരിന്റെ ക്യാപ്റ്റൻ എന്ന നിലയിലല്ല, വ്യക്തിപരമായി ഉള്ളതാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് പോലും ആ പരിധിയിലേക്ക് വരുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്. വ്യക്തിപരമാണോ പൊളിറ്റിക്കലാണോ UDF-ന്റെയും കോൺഗ്രസിന്റെയും മത്സരം? ഞങ്ങളുടെ മത്സരം എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും എന്ന പോലെ, എല്ലാ തെരഞ്ഞെടുപ്പിലും എന്ന പോലെ 100% പൊളിറ്റിക്കലാണ്. രാഷ്ട്രീയത്തിനപ്പുറത്ത് മറ്റൊരു സംസാരവും അവിടെ ഉണ്ടാവില്ല. ഞങ്ങൾ പറയാൻ പോകുന്നത് വിലക്കയറ്റത്തെ പറ്റിയാണ്. ഞങ്ങൾ പറയാൻ പോകുന്നത് തകർന്നു വീണ നാഷണൽ ഹൈവേ പറ്റിയാണ്. ഞങ്ങൾ പറയാൻ പോകുന്നത് രാജ്യത്ത് വേട്ടയാടപ്പെടുന്ന രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ ശബ്ദത്തെ പറ്റിയാണ്. ഞങ്ങൾ പറയാൻ പോകുന്നത് പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയാണ്. ഞങ്ങൾ രാഷ്ട്രീയമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് പറയുകയും ചെയ്യും. ഇനി മുഹമ്മദ് സ്മാർട്ട് റോഡോ, ആ റോഡിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി സ്വന്തം മന്ത്രിസഭയിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് എന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പരിശോധിച്ചാൽ ഞാൻ ലാൽകുമാർ 2 തവണ കൈ ഉയർത്തി ആ പോയിന്റ് കൂടി എടുത്ത് നമുക്കൊരു ഡിബേറ്റിലേക്ക് തന്നെ പോരാം, ആരോഗ്യകരമായ ചർച്ചയിലേക്ക് പോകാം. പറയൂ ലാൽകുമാർ. അല്ല, ഇവിടെ 2 പരാമർശങ്ങൾ ഉണ്ടായി. അതിലൊന്ന് ദേശീയപാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ഇന്നലെ അഖിലേന്ത്യാ കോൺഗ്രസിന്റെ വെബ്സൈറ്റില്, ഫേസ്ബുക്ക് പേജില് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. വസന്ത് പോയൊന്ന് കാണണം.
അതൊന്ന് പോയി കാണുന്നത് നല്ലതാ. അതിനകത്ത് മോഡിജിക്കെതിരെയുള്ള പ്രശ്നമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായി മോഡിയുടെ കാര്യങ്ങളാണ് അവിടെ നടന്നത്. മോഡിയുടെയും നിതിൻ ഗഡ്കരിക്കുമെതിരെ ആഞ്ഞടിക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു വീഡിയോ ആണ് കണ്ടിരിക്കുന്നത്. ഇതൊരു സത്യമാണ്. അത് പക്ഷേ ഡൈവേർട്ട് ചെയ്ത് കേരളത്തിന്റെ ഭാഗമാക്കി കൊണ്ടുവെക്കാനായിട്ട് നോക്കൂ. വസന്ത് സിറിയൊക്കെ ഒരു പ്രാക്ടീസിങ് ലോയറാണ്. നാഷണൽ ഹൈവേ ആക്ട് 1956 എങ്ങനെ വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിന് അറിയാം. എങ്ങനെ ലാൻഡ് അക്വിസിഷൻ ആക്ട് അതിനകത്ത് ബാധകമല്ല എന്നറിയാം. അത് മാത്രമല്ല, എങ്ങനെയാണ് അതിന്റെ NHAയുടെ കയ്യിലാണ് കൺട്രോൾ എന്നുള്ളതും വസന്തിന് അറിയാം. നമ്മൾ പറഞ്ഞു നിങ്ങൾ തഴമ്പിക്കേണ്ട ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. കാര്യം കള്ളം വീണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. അതൊരു ഭാഗം. അടുത്ത ഭാഗം ഇപ്പൊ വസന്ത് പറഞ്ഞ കാര്യം എന്താ? ഞങ്ങൾ പറയാൻ പോകുന്നത് വികസനവുമായി ബന്ധപ്പെട്ട, ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനെ കാര്യങ്ങളാണ്. വസന്ത് ഞാൻ പറയുന്ന എഴുതി വെച്ചോ. നിങ്ങൾ അവിടെ പറയാൻ പോകുന്നത് ആദ്യം തൊട്ടേ വർഗീയമായ സാധനമാണ് അൻവർ പറയാൻ പോകുന്നത്. എനിക്ക് ഉറപ്പാണ്. കാര്യം നിങ്ങളുടെ കയ്യിൽ അൻവർ ഒതുങ്ങത്തില്ല. കാര്യം അൻവർ നോക്കൂ, അൻവർ ഒരു പ്രത്യേക രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ ചീത്ത വിളിച്ച ആളാണ് അദ്ദേഹം. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരുന്ന് എത്രയോ ചർച്ചകളിൽ പ്രതിപക്ഷ നേതാവിനെ എതിർക്കുന്നുണ്ട്. ഞാൻ ആ സമയത്തും എന്തെങ്കിലും പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് മോശം പറയുമോ? പിന്നെ അടുത്തത്, ഈ പറയുന്ന ആൾ ആര് പോകുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്തിനു പോകുന്നു എന്നുള്ള അടുത്ത ചോദ്യമുണ്ട്. അതോടെ നിൽക്കട്ടെ. ഏഷ്യാനെറ്റ് എന്ന് പറയുന്നതേ, ഏഷ്യാനെറ്റിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പം പഴയ ഏഷ്യാനെറ്റ് അല്ല ഇപ്പോഴത്തെ ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റ് BJP സംസ്ഥാന അധ്യക്ഷന്റെ ചാനലാവുകയെ അതൊരു ചെറിയ കാര്യമല്ല. ഞാൻ അതിനെ ലളിതമായിട്ടല്ല എടുക്കുന്നത്. ആ ആളാണ് തൃണമൂൽ കോൺഗ്രസിന്റെ UDF-നകത്തെ പെരക്കാത്തുനിന്ന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രാഷ്ട്രീയ മാനം മാറി എന്ന് തന്നെ ഞാൻ കണക്കാക്കുന്നത്. എന്ത് രീതിയിലായിരിക്കും ഇതിനെ വാർത്തയെ മാനുഫാക്ചർ ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. മാധ്യമങ്ങളെ എനിക്ക് തീരെ വിശ്വാസമില്ലാത്ത ഒരാളാണ്. ആ കാര്യം മാധ്യമങ്ങളുടെ ഒരു ലൈൻ അതാണ്. അപ്പോ ഞാൻ ഉറപ്പിച്ചു പറയാൻ പോകുന്നു, വസന്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ലോങ് ടേമിൽ ഈ ഏഷ്യാനെറ്റ് പറയുന്നതും ചന്ദനം ചാരുന്നവരും ഒക്കെ നോക്കി നിന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ള പണി ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പൊക്കെ ഞാൻ കഴിഞ്ഞു പോകും. പക്ഷെ നിങ്ങൾക്കുള്ള പണി വേറെ വരും. കാര്യം അത് ഓൺ ചെയ്യുന്നത് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ഫ്ലോറിൽ ഏഷ്യാനെറ്റ് ഒരു മഹത്തരമായ കാര്യം ചെയ്തു എന്ന് നിങ്ങൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ മഹത്തര കാര്യം അല്ല അവർ ചെയ്യുന്നത്. കാര്യം അവരുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി പഴയ ഏഷ്യാനെറ്റ് അല്ല ഇപ്പോഴത്തെ ഏഷ്യാനെറ്റ്. കാര്യം ഒരു എക്സിറ്റ് പോളോ ഒപ്പീനിയൻ പോളോ ചെയ്യാതെ ഈ മാധ്യമ പാരമ്പര്യത്തിൽ, മാധ്യമ ചരിത്രത്തിൽ ഏഷ്യാനെറ്റ് അങ്ങനെ വലിഞ്ഞു നിന്നിട്ടില്ല. വാർത്തകൾ പിൻവലിക്കുന്ന ഏഷ്യാനെറ്റിനെ നമ്മൾ കാണുന്നു. എന്നുവെച്ചാൽ മോഡിക്കെതിരെ ഒരു അക്ഷരം പറയാത്ത ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഏഷ്യാനെറ്റിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്.